ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും വെറൈറ്റി റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഏത്തപ്പഴം ഇപ്പോൾ വളരെ സുലഭമായി കിട്ടുന്നത് കൊണ്ട് നമുക്കെപ്പോഴും പൊരിച്ച് കഴിക്കുന്നതിലും നല്ലത് ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ സ്റ്റീം ചെയ്തും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ്. ഈ ഒരു കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഈ സെയിം അളവ് കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതാണ് കറക്റ്റ് പാകം. ഒരു കപ്പ് വറുത്ത പച്ചരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അത് തിളപ്പിക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ടേസ്റ്റിനുള്ള ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ ഗീ വേണമെങ്കിൽ ഗീയും ചേർക്കാം. എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ വേണം നമ്മൾ പൊടി ചേർക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. പൊടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടിയുടെ ഉണങ്ങിയ പൊടിയെല്ലാം നന്നായിട്ട് നനയണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവും. ഏകദേശം ഹാഫ് കുക്കാവും ഈ പൊടി. പിന്നെ നമ്മൾ അട ഉണ്ടാക്കിയതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് ഒരു ഹാഫ് കുക്ക് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഈ പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ പൊടി നനച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ പൊടിയെല്ലാം നനച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നേരെ ചൂടൊന്ന് പതുക്കെ തണുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നല്ല ഉരുളയാക്കി വെക്കുക. നന്നായിട്ട് തേച്ച് കൂട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 2 ഇടത്തരം പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമായിരിക്കണം കേട്ടോ, അതാണ് നല്ലത്. ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴം. അത് നെയ്യിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റുന്നത് വരെ, പഴത്തിലെ ജലാംശമൊക്കെ പോകുന്നത് വരെ വറ്റി കൊടുക്കുക. അപ്പോൾ ഒന്ന് മുരിഞ്ഞ പാകമാകും. ആ സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാം. പിന്നെ നാടൻ പഴമാണെങ്കിൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ മധുരം കുറച്ച് ചേർത്താലും മതി. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിരുന്നു. പിന്നെ ഇതിലേക്ക് 2 ഡെസേർട്ട് സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുക. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ പഴവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഒന്നുകൂടി ഡ്രൈ ആകും. പഴവുമായിട്ട് തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് നുറുക്കിയ കശുവണ്ടി ചേർക്കുക. കശുവണ്ടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാഷ്യൂസും ഏലക്കാപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഫില്ലിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ആ മാവ് കുഴച്ചതിനകത്തുനിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് അതിനകത്ത് ഇത് ഫില്ല് ചെയ്യാം. കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടുക. അത് പൂരിയുടെ
പൂരി മാവെടുക്കില്ലേ ഉരുട്ടി, അത്രയും വലുപ്പത്തിൽ മതി. വളരെ വലിയ അട ഞാൻ ഉണ്ടാക്കുന്നില്ല, ചെറുതാണ് നല്ലത്, കാണാനും ഭംഗിയാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് കൈ രണ്ടും നനയ്ക്കണം. കൂടുതൽ നനയണ്ട, ഒന്ന് നനവ് മതി, പതുക്കെ നനവ് വേണം. എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് പിന്നെ അതൊന്ന് പരത്തിയെടുക്കുക. ചെറുതാക്കി പരത്തിയെടുത്തിട്ട് നടുവിൽ കുറച്ചൊരു കുഴിവ് വരത്തക്കയിടം പരത്തിയെടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ചെടുത്ത് ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് അരികെല്ലാം നന്നായിട്ട് ജോയിൻ ചെയ്യാം, നന്നായിട്ട് ഒട്ടിക്കണം. വേണമെങ്കിൽ നമുക്കൊന്ന് പതുക്കെ വെള്ളത്തിൽ നനച്ചിട്ട് അത് ഒട്ടിച്ച് നന്നായിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ അത് ജോയിൻ ചെയ്യണം. നന്നായിട്ട് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിയെല്ലാം അരികെ കൊണ്ടുവന്നിട്ട് അടയുടെ ഷേപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ബാക്കിയെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കാം, ബോൾസ് പോലെ. ഞാൻ എല്ലാം ഇപ്പോൾ അടയാക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതെല്ലാം അടയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ അടയാണ്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ആവി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഈ അടയെല്ലാം വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പിട്ടിട്ട് വെക്കുകയാണ് നല്ലത്. എന്നിട്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്തിരി തണുത്തതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ തന്നെ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിലൊക്കെ പറ്റിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ആറിയതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് നിങ്ങളെ കാണിക്കുകയാണെന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള അടയാണ്. എപ്പോഴും ഫ്രൈ ചെയ്ത ഓയിലി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുന്നതിലും വളരെ ഹെൽത്തിയാണ് ഇതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇപ്പോൾ പഴമൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.